1200 കിലോമീറ്ററോളം ഈ ചെയിൻ ലൂബ് അടിച്ചിട്ട് വണ്ടി ഓടിച്ചു. 1200 കിലോമീറ്റർ ഇത് അടിച്ചതിനെ കിട്ടും. എനിക്ക് എത്ര കിലോമീറ്റർ കിട്ടിയെന്ന് നോക്കിയാലോ 750-നും 800-നും ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നാലും കാക്ക, കിളികൾ, ചീവീട് അവരൊക്കെ വന്ന് വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കും. എങ്ങനെ വരുമെന്നറിയാമോ? പിന്നെ ചിലവരൊക്കെ പറയുന്ന പോലെ 1200 കിലോമീറ്ററെ കിട്ടും രണ്ട് രീതിക്ക്. ഒന്നില്ലെങ്കിൽ 800 കിലോമീറ്റർ ഓടിയിട്ട് അതിനുശേഷം ബാക്കി തള്ളി വെക്കാം, അല്ലെങ്കിൽ 800 കിലോമീറ്റർ ഓടിയിട്ട് ബാക്കി ലൂബ് ഇല്ലാതെ ഓടാം. പിന്നെ എനിക്കിപ്പോൾ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേഞ്ച് തന്നെ കിട്ടണമെന്നില്ല. അവരുടെ ഓട്ടിപ്പനുസരിച്ച് ചിലപ്പോൾ ഒരു 50-100 അങ്ങോട്ട് പോകാം, ഇല്ലെങ്കിൽ ബാക്കിലോട്ട് പോകാം. അപ്പോൾ കിലോമീറ്റർ നോക്കിയിരിക്കാതെ ചെയിനിലെപ്പോൾ ലൂബില്ലെന്ന് മനസ്സിലാക്കുന്നു അപ്പം തന്നെ ലൂബ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു നോർമൽ ലൂബ് തരുന്നേക്കാട്ടി ആൾമോസ്റ്റ് 2 കിലോമീറ്റർ ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് നല്ല രീതിക്ക് അഡ്ഹസീവ് ആയതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് ഡസ്റ്റ് പിടിക്കും. അതുകൊണ്ട് വാരിക്കൊരു ചെയിനിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഇതിൽ കറക്റ്റ് ചെയിനിൻ്റെ ആ ഒരു ഓറിങ്ങിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. എങ്കിൽ 600 കിലോമീറ്ററൊക്കെ ആയപ്പോൾ തന്നെ ഡസ്റ്റ് അതിലേക്ക് പിടിച്ചായിരുന്നു. പ്രത്യേകിച്ച് ചെയിനിൽ നിന്ന് സൗണ്ട് ഒന്നും കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെയിൻ ഹാർഡാവും, നല്ല രീതിക്ക് ഫീൽ ആവും. ഈ ഒരു സാധനം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീനർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം റിമൂവ് ആവും. വേറെ ക്ലീനറൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല രീതിക്ക് പാടാണ്. ഞാൻ ഇത് നല്ല രീതിക്ക് മഴയൊക്കെയുള്ള ക്ലൈമറ്റിൽ ഓടിച്ചത്. ഒരു പക്ഷേ അല്ലാതെ ഓടിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ കിട്ടുമായിരിക്കും. എന്തായാലും 1200 കിട്ടുകയൊന്നുമില്ല. വണ്ടിയുടെ CC-യും അവരുടെ ഓട്ടിക്കുന്നതൊക്കെ വെച്ച് ഒരു 900 വരെയൊക്കെ പോവാം. ഈ കോക്കിനൊക്കെ അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ബൈ ബൈ.